നമസ്കാരം, ഞാൻ നിത്യ പ്രവീൺ തിരുവല്ലയിൽ നിന്നും വരുന്നു. ഈ പ്രവീൺ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇവിടെ ഇത് പറയുന്നതെന്ന്. കാരണം പുള്ളി എന്നോട് പറഞ്ഞ് പുള്ളിയെക്കുറിച്ചൊന്ന് പൊക്കി പറഞ്ഞേക്കണേന്ന്. അപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വന്ന് വിചാരിച്ച്. അതായത് എൻ്റെ ഹസ്ബൻഡ് പ്രവീൺ, 33 വയസ്സ്, കാണാൻ സുന്ദരൻ, സുമുഖൻ, സുശീലൻ. പുതിയ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നില്ല, കാരണം അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്കെന്താ തുടങ്ങാം അല്ലേ? നമുക്ക് എല്ലാവർക്കും പണി കിട്ടാറുണ്ട്. പണിയെന്ന് പറയുമ്പം 2 തരത്തിലുള്ള പണിയുണ്ട്. ഒന്ന്, നമുക്ക് ഉപജീവന മാർഗമായി കിട്ടുന്ന പണിയും. 2, തൊട്ടടുത്തിരിക്കുന്നവൻ നമുക്കിട്ട് തരുന്ന 8ന്റെ പണിയും. എനിക്ക് പറയാനുള്ളത് ഇത് 2ാമത്തെ പണിയെ കുറിച്ചാ. കാരണം സ്ഥിരമായി പണി മേടിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പണി തരുന്ന ഒരാളാണ് എൻ്റെ കെട്ടിയോനും. പുള്ളി എന്നെ കെട്ടിയത് തന്നെ പുള്ളിക്കിട്ട് കിട്ടിയ 8ന്റെ പണിയാണെന്ന് അങ്ങേര് തന്നെ പറഞ്ഞുണ്ടാക്കുന്നെങ്കിലും എൻ്റെ പൊന്നേച്ചി അതല്ല സത്യം. എനിക്ക് കിട്ടിയ 16ന്റെ പണിയാണെന്ന്. അപ്പൊ എനിക്ക് പുരിയില്ലേ? ഇപ്പൊ താനേ പുരിയത്. പിന്നെ അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെ 750 രൂപ കൊണ്ട് ഒളിച്ചോടാൻ വന്നപ്പോ ഞാൻ ആലോചിക്കണമായിരുന്നു ഇയാൾ ഒരു എച്ചി ആയിരിക്കുമെന്ന്. പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല. 2ാമത്തെ പണിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പച്ചി കിട്ടാ കേട്ടോ. ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദിരാത്രി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഞങ്ങളുടെ ആദിരാത്രിയുടെ അന്ന് തലേന്ന് വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെയുടെ അപ്പച്ചിക്ക്. പെട്ടെന്ന് എന്തോ ഒരു വല്ലായിക. എല്ലാ വീട്ടിലും കാണുമല്ലോ ഇതുപോലെ ഓരോ അമ്മാവന്മാരും അപ്പച്ചിമാരും ഒക്കെ അല്ലയോ. പുള്ളിക്കാരി തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി ഇങ്ങ് കിടന്ന്. ഞാൻ അതല്ല ചിന്തിക്കുന്നേ, ഈ തള്ളയ്ക്ക് ആ വീട്ടിൽ ഇത്രയും റൂമുകൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ റൂം മാത്രമേ കണ്ടോളുന്ന. ഫസ്റ്റ് നൈറ്റ് കുളമാക്കിയെന്നുള്ള ഒറ്റ കാരണത്താ പിറ്റേന്ന് രാവിലെ 5:30യുടെ ട്രെയിനിൽ പല്ലുപോലും തേക്കാതെ ഉറക്കം എഴുന്നേക്കാതെ കിടന്ന അപ്പച്ചിയെ എടുത്ത് ഇയാള് ട്രെയിനകത്ത് കൊണ്ട് ഇരുത്തി. അപ്പച്ചി പറഞ്ഞ്, മക്കളെ അപ്പച്ചി പല്ലൊന്നും തേച്ചില്ലേ, പല്ല് തേപ്പം കുളിയൊക്കെ ഇതിനകത്ത് മതിയെന്ന്. ഏതാണ്ട് ഇന്ത്യൻ റെയിൽവേ ഇങ്ങനെയുടെ തറവാട്ട് സ്വത്താതാ പുള്ളിയുടെ വിചാരം. അതും പോരാഞ്ഞിട്ട് ഈ ട്രെയിൻ തിരുവല്ല വളവ് തിരിയുന്നത് വരെ ഈ വൃത്തികെട്ടവൻ കണ്ണ് ചിമ്മാതെ നോക്കി നിന്ന്. നമ്മൾ വിചാരിക്കും അപ്പച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒന്നുമല്ല. അഥവാ അപ്പച്ചി എങ്ങാനും ട്രെയിനകത്ത് നിന്ന് ഇറങ്ങി വന്നാലോ ഫസ്റ്റ് നൈറ്റോ നടന്നില്ല. ഏത് കാര്യം ഇതൊക്കെയാണെങ്കിലും പുള്ളി ഞങ്ങളെ പൊന്നുപോലെ നോക്കും കേട്ടോ. അങ്ങനെ പൊന്നുപോലെ നോക്കി നോക്കി അമ്മച്ചാണോ നേര് ഒരു തരി പൊന്നെന്റെയോ എൻ്റെ കൊച്ചിൻ്റെ ദേഹത്തോ ഇല്ല. അപ്പൊ നിങ്ങൾ നോക്കും. അപ്പൊ ഇതൊക്കെ എന്തുവന്നല്ലേ, ഇതെല്ലാം ഇമിറ്റേഷൻ ഗോൾഡ് കവറിങ് എന്ന് പറയും. ഇപ്പൊ പൊന്ന് വേണമെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ജുവല്ലറിയുടെ ഫ്രണ്ടിൽ ചെന്ന് വായും പൊളിച്ച് നോക്കി നിൽക്കണം. അതാ എൻ്റെ അവസ്ഥ. എന്നാലും ഇന്ന് വരെ ഒരു കുറവും പുള്ളി വരുത്തിയിട്ടില്ല. നിങ്ങൾ വിചാരിക്കാതെ എന്താണെന്നല്ലയോ, എന്തെങ്കിലും വേണ്ടായോ വല്ല കുറവും വരുത്തണമെങ്കിൽ. എന്നെ കണ്ടാ വിചാരിക്കോ ഒന്നും ഇല്ലാത്ത വീട്ടിലെയാണ്, വല്ല കുറവുണ്ടോ തോന്നോ? ഇത് തന്നെ എൻ്റെ വിഷയം. ഈ വണ്ണം കാരണം എനിക്ക് യാതൊരു വിഷയമില്ല. പക്ഷെ എന്നെ കാണുന്ന നാട്ടുകാർക്ക് ആ വിഷയം. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് നിന്നപ്പം അക്കരെ താമസിക്കുന്ന ഒരു ചേച്ചി ഓട്ടോ വിളിച്ച് ഇക്കരെ വന്നിട്ട് എന്നോട് ചോദിക്കുക, എൻ്റെ നിത്യേ നിനക്ക് എന്നാ വണ്ണം അടിയുന്നു. കുറെ വരുന്നുണ്ട് ബാക്കി ചോദ്യം കേട്ടോ, കുറെ ബാക്കി ചോദ്യം വരുന്നുണ്ട്. നീ ഏത് റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുന്നേന്ന്. ഇവരുടെ ചോദ്യം കേട്ടാ തോന്നി ഇവരുടെ റേഷൻ കാർഡിന്റെ അരിയും കൂടെ ഞാൻ അവിടെ നിന്ന് മേടിച്ച് പുഴുങ്ങി തിന്നുവാന്ന്. നമുക്കൊക്കെ ഒരു വിഷമം വന്നു കഴിഞ്ഞാലേ നമ്മൾ ആദ്യം ആരോട് പറയും? ഹസ്ബൻഡിനോട് പറയത്തില്ലയോ? അപ്പം ഞാൻ പറയും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചേട്ടനടുത്ത് എന്ന് പറഞ്ഞ്, ചേട്ടാ ഈ വണ്ണം ഒരു വിഷയമാണ്, എന്നെ എല്ലാവരും അങ്ങ് കളിയാക്കുമെന്ന്. അപ്പം പുള്ളി പറഞ്ഞ്, മോളെ നീ ഒരു കാര്യം ചെയ്താൽ മതി, ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോ എന്തേ ഇങ്ങനെ ആക്കരുത്, വേണ്ടാന്നുള്ള രീതി ഈ തലയാട്ടെ കാണിക്കാവെന്ന്. പുള്ളി എന്നെ ആക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും അന്ന് ഞാനൊരു തീരുമാനം എടുത്ത് ഡയറ്റ് ചെയ്ത് ഈ വണ്ണം ഞാൻ കുറയ്ക്കുമെന്ന്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ എന്ന് ഡയറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു അന്ന് ഈ വൃത്തികെട്ടവൻ പോയി പുറത്തുനിന്നൊരു 10 പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൊണ്ടുവരും. ഞാനില്ല പൂച്ച ഉണക്കമീൻ തലയൊക്കെ നോക്കിയിരിക്കുന്നതാണ്. കുറച്ച് സമയമൊക്കെ നോക്കി ഇരുന്നിട്ട് പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടത്തില്ല. കാരണം നമ്മൾ മനുഷ്യനല്ലയോ. നൈസായിട്ട് അങ്ങ് താഴോട്ട് ഇറങ്ങിയിരുന്നിട്ട് അതിൽ നിന്നൊരു 2 പൊറോട്ട എടുത്ത് ഇങ്ങോട്ടങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് ആ 8 പൊറോട്ട ചിക്കൻ ഫ്രൈ ഞാനങ്ങ് കഴിക്കും. അത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ പറയും, ഒരു 5 ഡയലോഗാ,
എന്റെ പൊന്നു മോളെ, നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്ക് വന്നോളേനെ എനിക്ക് വിഷമമില്ല. പിന്നെ നാട്ടുകാർ പറയുന്നത് പറയട്ടെന്ന്. സത്യം പറയാലോ, ഈ മനുഷ്യൻ പെട്ടെന്നൊരു ദൈവദൂതനെ പോലെ എൻ്റെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ ഈ ദൈവദൂതനെ ഞാനും കൂടെ വൈകിട്ട് പുറത്തു പോയി. അപ്പൊ ഞങ്ങളുടെ പെട്ടിവണ്ടിയിലാ പോന്നേട്ടെ, ആപ്പയ്ക്കകത്ത്. പുറത്തു പോയ സമയത്ത് പോലീസുകാരൊന്ന് വണ്ടിക്ക് കൈ കാണിച്ചു. ചേട്ടൻ വണ്ടി നിർത്തി പോലീസുകാരോട് പറഞ്ഞു, സാറേ വണ്ടിയിൽ ലോഡുണ്ട്. നേരെ ബാക്കിൽ പോലീസുകാർ പോയി നോക്കി, എടേ വണ്ടിയിൽ ലോഡില്ലല്ലേ. അയ്യോ എന്റെ പൊന്ന് സാറേ, ബാക്കിലല്ല ലോഡ്, ഫ്രണ്ടിലാ. എന്നിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ വൃത്തികെട്ടവൻ പറയുക 160 കിലോയുടെ ലോഡാ സാറേ, കറക്റ്റ് സമയത്ത് ഇറക്കിയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ലെന്ന്. സത്യം പറയാലോ, ഈ ദൈവദൂതനെ പോലെ എനിക്ക് തോന്നിയ മനുഷ്യനുണ്ടല്ലേ, ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ ചെകുത്താന്റെ രൂപത്തിലായങ്ങ് മാറി.